ഞാൻ കണ്ടിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. ഞാൻ കയറി ബോഡി കണ്ട വ്യക്തിയാണ്. എനിക്ക് പറയാൻ പറ്റും, വല്ലാത്തൊരു ആയുധം കൊണ്ട്. എന്താണ് അതിനുള്ള അവൻ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനെ ചെയ്യണം? വല്ലാത്തൊരു ആയുധം കൊണ്ട് മുറിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു കുഴി തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. തലയ്ക്കല്ല, ഇവിടെ നെറ്റിക്കുള്ള മുറിവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു ആയുധം കൊണ്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ്. ഒരു പിക്കാസ് കൊണ്ട് അടിച്ചാൽ എത്രത്തോളം അകത്തി പോകും അത്രത്തോളം സംഭവിച്ചിരിക്കുകയാണ് കുട്ടിക്ക്. ആ കുട്ടിയുടെ മുഖം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ അരും കൊലപാതകത്തിന്റെ വിശദമായ വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കേട്ട പോലെ പെൺ സുഹൃത്തിനെ വികൃതമായി കൊലപ്പെടുത്തി, അത് ആരാണ് എന്ന് പോലും മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ വികൃത രൂപമായിരുന്നു ഈ പെൺ സുഹൃത്തിന്റെ മൃതശരീരം പോലീസിന് ലഭിച്ചിരുന്നത്. എന്തിനാണ് ഈ 23 വയസ്സുകാരൻ കൊലപാതകിയായത്? ഈ 23കാരൻ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി എല്ലാവരോടും നന്നായി സംസാരിച്ച് പ്രാർത്ഥിച്ച് അനുജനെ ഏറെ സ്നേഹിച്ച് അനുജനോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും എടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന അടിക്കുറിപ്പുമൊക്കെ ഇട്ട് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ രൂപമെന്ന തിരിച്ചറിഞ്ഞ എല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരുന്ന 23 വയസ്സുകാരൻ എന്തിന് കൊലപാതകിയായി എന്ന ചോദ്യം ഉയരുമ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭിക്കുന്ന വൈരുദ്ധ്യങ്ങൾ മൊഴിയിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി ഇയാൾ ഇപ്പോൾ അഫാൻ ഉറച്ചു നിൽക്കുന്ന മൊഴി പുറത്തു വരികയാണ്. തന്റെ പെൺ സുഹൃത്തുമായുള്ള വിവാഹം വീട്ടുകാർ സമ്മതിക്കാത്തതിനെ തുടർന്നുള്ള അരും കൊലയുടെ രൂപമാണ് നമ്മൾ ഇന്നലെ കണ്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഒപ്പം അതുപോലെ തന്നെ ഏകദേശം 75 ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ടായിരുന്നു. ആ കടത്തിന്റെ പേരിൽ സ്വത്തുക്കൾ വിട്ടു നൽകാൻ അമ്മാവൻ തയ്യാറായിരുന്നില്ല. അതിന്റെ കൂടിയുള്ള വിഷമത്തിലും അതിന്റെ കൂടിയുള്ള വൈരാഗ്യത്തിലുമാണ് അമ്മാവനെയും അതുപോലെ തന്നെ അതായത് അച്ഛന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാകുന്നു. എന്തിന് 95 വയസ്സുകാരി ആയിട്ടുള്ള ആ മുത്തശ്ശിയെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് തന്റെ പെൺ സുഹൃത്തുമായി ഈ മുത്തശ്ശിയുടെ വീട്ടിലും പോയിരുന്നു. അവിടെ നിർത്തണമെന്ന ആവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ മുത്തശ്ശിയും അത് അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല പണത്തിന് വേണ്ടി മുത്തശ്ശിയുടെ സ്വർണ്ണാഭരണങ്ങൾ അഫ്സാൻ കടം ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കാൻ തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനും ഈ 95 വയസ്സുകാരിയായ ഉമ്മുമ്മ സമ്മതിച്ചിരുന്നില്ല. അതിന്റെ വൈരാഗ്യത്തിലാണ് ഉമ്മുമ്മയുടെ തലക്കടിച്ചു കൊന്നത് എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് അതായത് സഹോദരനെ എന്തിനു കൊന്നു? ഏറ്റവും സ്നേഹിതനായിട്ടുള്ള തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഈ 23കാരന്റെ 10 വയസ്സ് ഇളയ സഹോദരനാണ് ഉണ്ടായിരുന്നത്. ആ സഹോദരനെയും എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് അമ്മയും മുത്തശ്ശിയും ഒക്കെ പോയി കഴിഞ്ഞാൽ, ഞാനും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാകും, അതുകൊണ്ടാണ് അവനെയും കൊന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കൊന്നിരിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തിന്റെ രീതി നോക്കുമ്പോൾ വികൃതമാക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ ഇതിനു മുൻപുള്ള പലതരത്തിലുള്ള കൊടും ക്രൂരതകളുടെ കഥകൾ വായിക്കുമ്പോഴും അത്തരത്തിലുള്ള നമ്മൾ കൊലപാതകങ്ങൾ കാണുമ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ മൃതശരീരം വികൃതമാക്കണമെങ്കിൽ മൃതദേഹത്തിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കൊടും പക ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മൃതശരീരത്തിനോട് അത്രയും നമുക്ക് ക്രൂരത ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ 13 വയസ്സുകാരന്റെ മൃതശരീരത്തിലും തല പിളർന്ന രൂപത്തിലാണ് കാണുന്നത്. തലയോട്ടി പിളർന്നാണ് ആ കുഞ്ഞു മരിച്ചിരിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പെൺ സുഹൃത്തിനെയും മുഖത്ത് നെറ്റിയിലായി ആഴത്തിലുള്ള മുറിവ്, അതായത് പിക്കാസ് കൊണ്ട് തല വെട്ടിപ്പൊളിച്ചിരിക്കുന്നു എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞിരുന്നത്. എന്നാൽ പിക്കാസ് അല്ല, ചുറ്റിക കൊണ്ടാണ് തലക്കടിച്ചിരിക്കുന്നത്. ഒരു റിപ്പർ മോഡൽ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന 13 വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും അഫാൻ വെറുതെ വിട്ടിരുന്നില്ല. തന്നെക്കാൾ 10 വയസ്സ് കുറവുള്ള കുഞ്ഞനുജനെ അഫാൻ ഏറെ സ്നേഹിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് അഫ്സാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഈ അഫ്സാനെ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം അടക്കം കുഴിമന്തി, അതായത് കൊലച്ചോറ് കൊടുത്തതിന് ശേഷമാണ് കൊന്നെറിഞ്ഞത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇഷ്ടഭക്ഷണം വാങ്ങിക്കൊടുത്തു വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല ചുറ്റിക കൊണ്ട് തലക്കടിച്ചതിന് ശേഷം ഈ ഒരേ ചുറ്റിക കൊണ്ട് തന്നെയാണ് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. എപ്പോഴാണ് ഫർസാനയുമായി അഫാൻ അടുത്തെത്തിയതെന്ന് നാട്ടുകാർക്ക് അറിയില്ല. ഇവരുടെ പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് അഫാൻ കൊടും ക്രൂരത ആസൂത്രണം ചെയ്തത് എന്നാണ് പറയുന്നത്. അഫാന്റെ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പാങ്ങോട് താമസിക്കുന്ന പിതാവിന്റെ അമ്മയോട് പണയം വെക്കാനായി അഫ്വാൻ പലവട്ടം സ്വർണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സൽമ ബേബി സ്വർണം നൽകിയില്ല. തിങ്കളാഴ്ച വീട്ടിലെത്തിയ അഫ്വാൻ മുത്തശ്ശിയെ കൊന്നു സ്വർണം കൈക്കലാക്കുകയായിരുന്നു. എന്തായാലും മാത്രമല്ല, ഈ ഗൾഫിലുള്ള പിതാവുമായി ഇപ്പോൾ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, മരവിച്ചൊരവസ്ഥയിൽ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ, അതായത് വേണ്ടപ്പെട്ട ആളുകളെ, അമ്മയെയും സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും സ്വന്തം മകനെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ തന്നെ കൊല്ലുന്നു. സ്വന്തം മകൻ, മൂത്ത മകൻ ഒരു കൊലപാതകിയായി മാറി നിൽക്കുന്നു. അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന്റെ മരവിച്ച അവസ്ഥയിൽ തന്നെയാണ് ഗൾഫിലുള്ള ഈ അഫ്വാന്റെ പിതാവ് എന്ന് പറയുന്നത്. എന്തായാലും ഈ പണയം വെച്ച അമ്മയുടെ മുത്തശ്ശിയുടെ മാല കവർന്നതിന്റെ പണയം വെച്ചതിന്റെ പൈസ ഉപയോഗിച്ചാണ് ഈ കൊടും ക്രൂരത നടത്താനായി ഇതൊക്കെ വാങ്ങിയത്. അതായത് ഈ ചുറ്റികയൊക്കെ വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിലാണ് ഈ പെൺ സുഹൃത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത്. സത്യത്തിൽ ഈ പെൺ സുഹൃത്തുമായുള്ള ബന്ധം പെൺസുഹൃത്തിന്റെ വീട്ടുകാർക്കും അറിയാമായിരുന്നു, നാട്ടുകാർക്കും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുടെ ബൈക്കിൽ കയറി ഈ പെൺകുട്ടി പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നാട്ടുകാരും അല്ലെങ്കിൽ പെൺകുട്ടി പോകുന്നതൊക്കെ തന്നെ നാട്ടുകാരും കണ്ടിരുന്നതായും പറയുന്നുണ്ട്. ഈ പിതൃ സഹോദരനെ എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ ഇയാൾ നൽകുന്ന മൊഴി ലത്തീഫ് സ്വത്ത് നൽകാത്തതിൽ അമർഷമുണ്ടായിരുന്നു എന്നാണ്. ലത്തീഫ് സ്വത്ത് നൽകിയിരുന്നുവെങ്കിൽ കടം ഒന്നുമില്ലാതെ തന്നെ ജീവിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കോവിഡിന് ശേഷമാണ് വലിയ തോതിലുള്ള കടം കയറിയതെന്ന് പറയുന്നു. അങ്ങനെ കടത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഈ ഫർഹാനയുമായുള്ള കല്യാണത്തിന്, വിവാഹത്തിന് സമ്മതിക്കാത്തതും ഒക്കെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ നാട് ഇതെങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ്. കലിയുഗം എന്നൊക്കെ പറയുമ്പോൾ കലിയുഗത്തിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുമെന്ന് പറയും. സത്യത്തിൽ വലിയ കൊട്ടാരം പോലത്തെ വീടിനകത്തൊക്കെ തന്നെ നടക്കുന്നത് എന്തെന്ന ചോദ്യമാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് അടുത്ത ബന്ധുക്കളും പറയുകയും, എന്നാൽ വീടിനകത്ത് അച്ഛനും അമ്മയും 2 വർഷത്തോളം ഒരു മകന്റെ കീഴിലായിരുന്നു, ഒരു മകന്റെ അടിമകളായി വാഴുന്ന കാര്യമായിരുന്നു. അതിനുശേഷമാണ് അച്ഛനെ തലക്കടിച്ചും വെട്ടിയും ഒക്കെ തന്നെ കൊന്നത്. ഇപ്പോഴിതാ 23 വയസ്സ് മാത്രം പ്രായമുള്ള ബന്ധുക്കളോടും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന, ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന 23 വയസ്സുകാരൻ കൊലപാതകയായിരിക്കുന്നു. അതും അരും കൊല. അച്ഛനെ കൈ കിട്ടിയാൽ അച്ഛനെയും വകവരുത്താൻ പോലും മടി കാണിക്കാത്ത തരത്തിലുള്ള മോഡ് ഓഫ് ഓപ്പറാറ്റിയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ പുതിയ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.